നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വേണ്ടെന്ന് വെച്ച വയ്യാവേലി. വിവരാവകാശത്തിൽ വിവാദ വിജ്ഞാപനം പിൻവലിച്ച് സർക്കാരിന്റെ തലയൂരൽ. വിജിലൻസിനെ വിവരാവകാശ പരിധിയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവ് റദ്ദാക്കാൻ തീരുമാനം. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഉൾപ്പെടെ വ്യാപകമായ വിമർശനങ്ങൾക്കിടയാക്കിയ വിജ്ഞാപനം റദ്ദാക്കിയത് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ. വിജിലൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ T ബ്രാഞ്ചിനെ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കി പൊതുഭരണ വകുപ്പിന്റെ വിജ്ഞാപനം പുറത്തുവന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സംബന്ധിക്കുന്ന അന്വേഷണ വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള നീക്കം അഴിമതി മൂടിവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നായിരുന്നു വിമർശനം. അതേസമയം വിജ്ഞാപനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് പിടിവാശിയില്ലെന്നും ആവശ്യമെങ്കിൽ തിരുത്തലുകൾ ആകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നലെ. തിരുത്തലുകൾക്ക് പകരം വിജ്ഞാപനം തന്നെ റദ്ദാക്കാനുള്ള പുതിയ തീരുമാനം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെക്കേണ്ട എന്ന പൊതുനിലപാടിനെ തുടർന്ന്. ഞെട്ടിവിറച്ച് ബ്രസൽസ്. ബെൽജിയം തലസ്ഥാന നഗരമായ ബ്രസൽസിൽ ഭീകരാക്രമണം. വിമാനത്താവളത്തിലും മെട്രോ സ്റ്റേഷനിലുമുണ്ടായ സ്ഫോടനങ്ങളിൽ 28 പേർ മരിച്ചതായി റിപ്പോർട്ട്. സാവൻഡം എയർപോർട്ടിലെ ഇരട്ട സ്ഫോടനങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടത് 13 പേർ. മരണസംഖ്യ ഉയർന്നേക്കും. യൂറോപ്പിനെ ഞെട്ടിച്ച സ്ഫോടന പരമ്പര. പാരീസ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സലാഹ് അബ്ദുൾ സലാം ബ്രസൽസിൽ പിടിയിലായി ദിവസങ്ങൾക്കകം. സ്ഫോടനത്തിനു മുമ്പ് അക്രമികൾ തുടർച്ചയായി വെടിയുതിർത്തതായി റിപ്പോർട്ട്. യാത്രക്കാരെ ഒഴിപ്പിച്ച് വിമാനത്താവളം അടച്ചതിനു പിന്നാലെ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ സർവീസുകളും റദ്ദാക്കി. രാജ്യത്ത് അതിജാഗ്രത. ആക്രമണത്തിനു പിന്നിൽ ഏതു ഭീകര സംഘടനയെന്ന് അവ്യക്തം. സ്ഫോടനങ്ങളിലും വെടിവെപ്പിലും പരിക്കേറ്റ നിരവധി പേർ ആശുപത്രിയിൽ. മരണമടഞ്ഞവരിൽ ഇന്ത്യക്കാർ ഉള്ളതായി റിപ്പോർട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. താമരയിൽ താരനിര. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താരാധിപത്യം ശക്തമാകുന്നു. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് BJP ടിക്കറ്റിൽ മത്സരിക്കും. പരിഗണിക്കുന്നത് തൃപ്പൂണിത്തറയും കൊച്ചിയും. അന്തിമ തീരുമാനം നാളെ തലസ്ഥാനത്തെത്തുന്ന അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. സംവിധായകൻ രാജസേനൻ നെടുമങ്ങാട് മത്സരിക്കും. കൊല്ലം തുളസിക്ക് കുണ്ടറ നൽകാനും ധാരണ. BJP സ്ഥാനാർത്ഥി പട്ടിക 4 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് കുമ്മനം രാജശേഖരൻ. മുകേഷ് മത്സരിക്കും. കൊല്ലത്ത് മുകേഷ് CPM സ്ഥാനാർത്ഥി. താരത്തെ മത്സരിപ്പിക്കണമെന്ന സെക്രട്ടേറിയറ്റ് നിർദ്ദേശത്തിന് ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരം. മണ്ഡലത്തിൽ പിടിമുറുക്കിയ PK ഗുരുദാസനെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് മത്സരിപ്പിക്കേണ്ടെന്നും അഭിപ്രായം. തർക്കമണ്ഡലങ്ങളായ ചെങ്ങന്നൂരിലെയും കായംകുളത്തെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണ. KK രാമചന്ദ്രൻ നായർ ചെങ്ങന്നൂരും പ്രതിഭാ ഹരി കായംകുളത്തും ജനവിധി തേടും. ആറന്മുളയിലെ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പ്രതീക്ഷകൾക്ക് തുരങ്കം വെച്ച്. പൂഞ്ഞാറിൽ PC ജോർജിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി CPM നിലപാട്. സീറ്റ് നൽകാമെന്ന് ജോർജിന് ഉറപ്പു നൽകിയിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതികരണം ഇടതു പിന്തുണയോടെ പൂഞ്ഞാറിൽ മത്സരിക്കുമെന്ന ജോർജിന്റെ സ്വയം പ്രഖ്യാപനത്തിന് പിന്നാലെ. LDFനോട് സഹകരിക്കാൻ തയ്യാറാകുന്ന എല്ലാവർക്കും സീറ്റ് നൽകാനാവില്ല. ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2640 രൂപ. പവൻ 21,720 രൂപ. വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.